അങ്ങനെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അത്ഭുതം കാട്ടുമെന്ന് UDF വിശ്വസിക്കുന്നു. UDF നേതാക്കൾ വിശ്വസിക്കുന്നു. എന്തായാലും MP പോയ പ്രമുഖ നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉടുപ്പും തച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അവർക്കെല്ലാം ആഗ്രഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാവുകയാണ്. പക്ഷേ അതിന് ഹൈക്കമാൻഡ് ചെക്ക് വെച്ചിരിക്കുന്നു. MP മത്സരിച്ചവർ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമെന്ന ഉറപ്പ് നൽകിയിരിക്കണം എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാളെ പകരം ഇടുകയാണെങ്കിൽ അവരെ ജയിപ്പിക്കണം. ആ MP ജയിക്കുമെന്ന ഉറപ്പ് ഹൈക്കമാൻഡിന് ലഭിക്കണം. ഇതോടെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളായ MP നെട്ടോട്ടത്തിലാണ്. കോൺഗ്രസിലെ MP അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, K സുധാകരൻ എന്നിവർ നിയമസഭയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. നേരിയ വോട്ടിനാണ് ടൈറ്റ് ഫൈറ്റിനിടയിൽ വി ജോയിയെ പരാജയപ്പെടുത്തിയത്. അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അടൂർ പ്രകാശിന് കോന്നിയിൽ മത്സരിക്കാം. പകരം ആറ്റിങ്ങലിൽ കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുക മാത്രമല്ല, അത് AICCയെ ബോധ്യപ്പെടുത്തുകയും വേണം ആ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന്. തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം അടൂർ പ്രകാശിന് ആയിരിക്കും, അല്ലെങ്കിൽ അതത് MP ആയിരിക്കും. ഇതാണ് ഹൈക്കമാൻഡ് MP കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്. മാവേലിക്കരയിലെ MP കൊടിക്കുന്നിൽ സുരേഷ്. മാവേലിക്കര CPM-നല്ല ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് ആയതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു എന്നുള്ളതാണ്. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷിന് പകരം മറ്റൊരാളെ പ്ലേസ് ചെയ്താൽ അവിടെ ഇടതുപക്ഷം വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഷാഫി പറമ്പിലാണ് മറ്റൊരു MP. ഷാഫി പറമ്പിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുവ രക്തമാണ്. ഷാഫി പറമ്പിൽ കോൺഗ്രസിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കുളമാക്കിയ പാലക്കാട് സീറ്റാണ് ഷാഫി പറമ്പിൽ ഉറ്റുനോക്കുന്നത്. മുമ്പ് പാലക്കാട് നിന്ന് 2 തവണ ജയിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ. എന്തായാലും ഷാഫി പറമ്പിലിനും വടകരയിൽ നിന്നാണ് KK ശൈലജ ടീച്ചറെ തോൽപ്പിച്ചത്. പക്ഷേ വടകരയിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള വടകരയിൽ ഷാഫി പറമ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യണം. K സുധാകരനാണ് മന്ത്രിയാകാൻ വയസ്സാങ്കാലത്ത് ആഗ്രഹിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ്. MP സ്ഥാനം K സുധാകരന് ഉത്തരിയല്ല. MP സ്ഥാനം കൊണ്ട് K സുധാകരൻ തൃപ്തിപ്പെടുന്നുമില്ല. അവിടെയും പ്രശ്നമുണ്ട്. കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യണം K സുധാകരൻ. ചുരുക്കത്തിൽ ലോക്സഭാ MP നിയമസഭാ തെരഞ്ഞെടുപ്പ് മോഹത്തിന് ആദ്യമേ തന്നെ ചെക്ക് വച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ഹൈക്കമാൻഡ് വളരെ ശക്തിയായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ കിട്ടിയ MP എണ്ണം വളരെ പ്രധാനമാണ്. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വിജയിക്കില്ലായിരുന്നു. അത് CPM വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അടൂർ പ്രകാശ് ടൈറ്റ് ഫൈറ്റിന് ശേഷമാണ് ജയിച്ചു കയറിയത്. മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യവും അങ്ങനെ തന്നെ. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് വ്യക്തിപരമായി വോട്ടുണ്ട്. വടകര ഷാഫി പറമ്പിൽ ജയിച്ചതും വലിയൊരു യുവ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. K സുധാകരൻ കണ്ണൂരിൽ ജയിച്ചതും അങ്ങനെ തന്നെ. ഇപ്പോൾ MP താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുകയാണ്. പകരം ഒരാളെ പ്ലേസ് ചെയ്യണം MP. പ്ലേസ് ചെയ്യുക മാത്രമല്ല, അത് ഹൈക്കമാൻഡിനെയും AICCയെയും ബോധ്യപ്പെടുത്തുകയും വേണം. അങ്ങനെ ഒരു ഉഗ്രശാസനയാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. എന്തായാലും അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും K സുധാകരനും ഒക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഷാഫി പറമ്പിലിനൊക്കെ MP ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ജയിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിനെ പറഞ്ഞു വിട്ടതാണ് വടകരയിൽ.
അദ്ദേഹം ജയിച്ചു വരികയും ചെയ്തു. എം പിമാരെല്ലാം കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ബുദ്ധിമുട്ട് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം രാഷ്ട്രീയം മാറി മറിയും. ഇപ്പോൾ ഉള്ള എം പിമാർക്ക് കുറവ് സംഭവിച്ചാൽ ഹൈക്കമാൻഡിന് അത് താങ്ങാനാവില്ല. എന്തായാലും ഇവരുടെ മോഹത്തിന്, ഇവരുടെ വലിയ സ്വപ്നങ്ങൾക്ക് ചെക്ക് വെച്ച് ഹൈക്കമാൻഡ് നിൽക്കുന്നു. അടൂർ പ്രകാശും കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും കെ സുധാകരനും നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്.